ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് വളരെ നിർണായകമായിട്ടുള്ളൊരു റിയാക്ഷൻ വീഡിയോ ആണ്. പൊതുവേ ഞാൻ യൂട്യൂബിലുള്ള ലോങ് വീഡിയോസ് കാണലില്ല. കാണുകയാണെങ്കിൽ തന്നെ എൻ്റെ ഫേവറേറ്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള, അതായത് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫേവറേറ്റ് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് മാത്രമേ ഉള്ളൂ ഞാൻ കാണാറുള്ളത്. അല്ലാതെ ഈ കുടുംബശ്രീ വർത്താനം കേൾക്കാനോ അല്ലെങ്കിൽ അമ്മായി കഥകൾ കേൾക്കാനോ ഞാൻ യൂട്യൂബ് യൂസ് ചെയ്യാറില്ല. ഐ ഡോണ്ട് ഇൻ്റർഫിയർ ഇൻ ടു സമ്മൺസ് ലൈഫ്. ഓക്കെ, പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ യൂട്യൂബിൽ ഈ റൂനനെ എങ്ങനെ കെയർ ചെയ്യേണ്ടതെന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോ നോക്കുമ്പോഴാണ് രണ്ട് അമ്മാവന്മാരുടെ, അതായത് അമ്മാവന്മാരെന്നൊക്കെ പറഞ്ഞ് കുറഞ്ഞു പോവും, മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് എന്ന് നടക്കുന്നത് കുത്തിത്തിരഞ്ഞ് നോക്കിയിട്ട് അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കിയിട്ട് പറയും നമ്മൾ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് പലതും ചെയ്യുന്നതെന്ന്. ഓക്കെ, അത് ഞാൻ ഡീപ്ലി വരാം. സോ അത് കണ്ടപ്പോൾ, എസ്പെഷ്യലി എൻ്റെ ഈ കുഞ്ഞു മോളെ പറ്റി പറഞ്ഞപ്പം എനിക്കത് പിടിച്ചില്ല. സോ ഐ തോട്ട് ഓഫ് റിയാക്ടിങ് ദ വീഡിയോ. അപ്പോൾ ഇങ്ങനെ അവർക്ക് കുറച്ച് റീച്ച് ഉണ്ടാവുകയാണെങ്കിൽ അങ്ങോട്ട് ഉണ്ടാവട്ടെ. അതിപ്പോൾ എന്ത് പറയാൻ, ഇവർ റീച്ചിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ. ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ് എൻ്റെ കുട്ടീനെ വാങ്ങിയിട്ടുള്ളതെങ്കിൽ ഇവർ റീച്ചിന് വേണ്ടി ആയിരിക്കുമല്ലോ എൻ്റെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് കുത്തിച്ചുഴങ്ങി നോക്കിയിട്ട് ഇവർ വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ വീഡിയോ വെച്ച് അവർ വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ വീഡിയോ ഉണ്ടാക്കട്ടെ. ഓക്കെ, സോ ഞാൻ ഈ വാവനെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുകയാണ്. എനിക്ക് മാറ്റി വെക്കാൻ തീരെ താല്പര്യമില്ല. ബിക്കോസ് ലുക്ക് ഹൗ ക്യൂട്ട് ഷീ ഈസ്. ബട്ട് ഐ ഹാവ് ടു മാറ്റി വെക്കൽ ഹർ. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുക. കാരണം ചില ഈ പൊട്ടത്തരം വിളിച്ച് പറയുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല. അത് വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കും. അപ്പോൾ മലയാളത്തിൽ തന്നെ സംസാരിക്കുന്നതാണ് നല്ലത്. ഞാൻ മാക്സിമം മലയാളത്തിൽ തന്നെ സംസാരിക്കാം. സോ ചെസ് നമ്പർ 1 ഈസ് സന്ദീപ് എടപ്പാൾ. സോ ആൾക്ക് ഇസ്ലാമിനെ പറ്റിയിട്ട് അറിയാം. ഹീസ് ഹിന്ദു. പക്ഷെ ഇസ്ലാമിൽ, അതായത് മുസ്ലിമായ പെൺകുട്ടികളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം എപ്പോഴും വീഡിയോ ഇടാം. ഐ ഫെൽ ലൈക്ക് നമ്മൾ ഇസ്ലാമിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇസ്ലാം അല്ലെങ്കിൽ അത് ഏത് മതം ആയിക്കോട്ടെ, ആ മതത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആ മതത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഹെയ്റ്റ് ചെയ്യും. അതായത് ഇപ്പം ഇദ്ദേഹം ഒരു ഹിന്ദു ആണ്, പേര് കൊണ്ട് എനിക്ക് അതാണ് മനസ്സിലായത്. ഇനി വേറെ ഏതെങ്കിലും മതത്തിലുള്ള ആളാണോ എന്ന് എനിക്കറിയില്ല. ആൻഡ് ഐ ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് വാട്ട് റിലീജിയൻ ഹീ ഈസ്, അല്ലെങ്കിൽ എന്താണ് ആളുടെ വിശ്വാസം എന്നൊന്നും. കാരണം അത് ആളുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ ആള് എൻ്റെ റിലീജിയനെ ക്വസ്റ്റ്യൻ ചെയ്തതുകൊണ്ട് മാത്രം ഐ ഹാവ് ടു മേക്ക് എ വീഡിയോ. സോ നമുക്ക് വീഡിയോ കാണാം. ആദിലാൽ നൂറ എൻ്റെ അടുത്ത് ഇത്ര വലിയ സർജറി ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഫ്ലാറ്റൊക്കെ മാറിയിട്ട് ഒന്ന് ഫിനാൻഷ്യലി സെറ്റിൽ ആയിട്ടിരിക്കുന്നു. ലൈക്ക് ഐ ഡിഡ്ന്റ് ഹാവ് എനഫ് മണി. ഓക്കെ, എന്നിട്ട് പോലും ദേ ഇൻഫ്ലുവൻസ്ഡ് മീ. സോ അയ്യോ സ്വന്തം മാതാപിതാക്കളോട് ചെയ്ത് കഥയേക്കാൾ വലുതൊന്നല്ലല്ലോ ഇപ്പൊ ചെയ്തിട്ടുള്ളത്. അവര് നായയെ വളർത്തുന്നത് തോന്നുന്നു. ഞാൻ വീഡിയോ ആണല്ലോ പറയാനായിട്ട് ബിഗ് ബോസ് കഴിഞ്ഞാൽ തീരെ കണ്ടിട്ടില്ല. അവര് നായയെ വാങ്ങിയത് റണ ഫാത്തിമയ്ക്ക് ഇൻഫ്ലുവൻസ് ആയിട്ട് അവരൊരു നായയാണ്. ഇതാണ് സംഭവം. താങ്കളൊരു വ്യക്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആ വ്യക്തിന്റെ വീട്ടുകാരെ പറ്റി എന്തിനാ പറയുന്നത്? താങ്കളുടെ തന്തക്ക് വിളിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ലല്ലോ. സോ താങ്കൾ എന്തിനാ ആ വ്യക്തിയുടെ മാതാപിതാക്കളോട് അങ്ങനെ ചെയ്ത്? ഇപ്പം നിങ്ങളെ മാതാപിതാക്കളും നല്ലതാന്ന് വെച്ചിട്ട് എല്ലാവരുടെ മാതാപിതാക്കളും നല്ലതാവണമെന്നില്ല. നൂറൻ്റെ വീട്ടിലെ സെക്ഷൽ അബ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ബിഗ് ബോസിലൂടെ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ ചെയ്തൊരു മാതാപിതാക്കളെ പിന്നെ എങ്ങനെയാണ് സ്നേഹിക്കുക, റെസ്പെക്ട് ചെയ്യുക? എന്നിട്ടും അവരെ ഇഷ്ടപ്പെടുകയും അവർ ബിഗ് ബോസിൽ വരാൻ ആഗ്രഹിക്കുകയും അവർ ലൈക്ക് റീയൂണിയൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്ത്. പക്ഷെ അവരുടെ പാരൻസ് സമ്മതിച്ചില്ല. അത് ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. പക്ഷെ നിങ്ങൾ തന്തക്ക് വിളിക്കാത്ത പക്ഷം അവരുടെ പാരൻസിനെ പറ്റി സംസാരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നിങ്ങൾക്ക്, റൈറ്റ്? ഓക്കെ, ബാക്കി കാണാം. ഓക്കെ, എന്തെങ്കിലും കാണിക്കുന്ന രീതിയിൽ നമുക്കിത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഇതിനകത്ത് ഇവര് കാണിച്ചു കൂട്ടി കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പൊ നായ വാങ്ങിയാൽ എന്ത് വാങ്ങിയില്ലെങ്കിൽ എന്ത് നമുക്കൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനിടയിലൂടെ അവർ കയറ്റി വിടുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാം മതവിശ്വാസികളായ ആളുകൾക്ക് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഇപ്പൊ അതിലേക്ക് പറയുന്ന ആൾക്കറിയാം ഇസ്ലാം അപ്പം ജനിച്ചു എന്നുള്ളൂ. അവർ മതവിശ്വാസ പ്രകാരം ജീവിക്കുന്ന ആളുകളൊന്നല്ല. എന്നാൽ പോലും അവരുടെ കുടുംബത്തിനൊക്കെ നാണക്കേടായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഒക്കെ കണ്ട ഏത് വ്യക്തിക്ക് വ്യക്തമായി മനസ്സിലാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഈ സമൂഹത്തിന്റെ തെറ്റായ ഒരു ദിശയിലേക്ക് നയിക്കാൻ അവർ കാരണക്കാരായി എന്നുള്ളതാണ്. സ്വന്തം കാലില് സ്വന്തം അധ്വാനിച്ച് സക്സസ്ഫുൾ ആയി ജീവിക്കുന്ന ആൾക്കാര് അവര്
ഈ സമൂഹത്തെ നാണക്കേടായിട്ടുള്ള ആൾക്കാരായി ചിത്രീകരിക്കും. അത് ഇദ്ദേഹത്തിന്റെ മാത്രം പ്രശ്നമല്ല, നമ്മളെ സമൂഹത്തിലുള്ള ഒട്ടുമിക്ക പുരുഷന്മാരുടെയും, അതായത് ഞാൻ സ്പെസിഫിക് ആയിട്ട് ജെൻഡർ എടുത്ത് പറയുന്നില്ല, പാട്രിയാർക്കി വിശ്വസിക്കുന്നവരുടെ പ്രശ്നമാണ്. സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുകയും സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അത് പ്രത്യേകിച്ച് ഒരു പെണ്ണും കൂടി ആവുകയാണെങ്കിൽ അവരോട് വെറും പുച്ഛം മാത്രമാണ് ഉണ്ടാവുക. ആ ഒരു പുച്ഛം മാത്രമായിട്ടാണ് എനിക്കിതിന് തോന്നുന്നത്. അതുപോലെ തന്നെ അസൂയ. കാരണം ഇദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ടും ഇദ്ദേഹം വിചാരിച്ച നിലയിൽ എത്താൻ പറ്റുന്നില്ല. ഇയാളുടെ മനസ്സിൽ എത്താൻ പറ്റുന്നുണ്ട് വിചാരിച്ചാലും ഐ എം സോ സോറി ടു സേ ദാറ്റ് മറ്റുള്ളവരുടെ ഇറച്ചി എന്നിട്ടോ അല്ല മറ്റുള്ളവരുടെ ജീവിതത്തിൽ നുഴഞ്ഞു കയറിയിട്ടോ മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടോ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. ഓക്കെ, അത് സ്വന്തമായിട്ട് നിലപാടുണ്ടാകും. ഓക്കെ, നിലപാടുണ്ട് കണ്ട്, പക്ഷെ നിലപാട് കുറച്ച് പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള നിലപാടാണോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള നിലപാടായിരിക്കണം. ഇത് വായ തോന്നിയത് വിളിച്ചു പറയുക, ആ രീതിക്കുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇംഗ്ലീഷ് ബാക്കി വേണം. അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് എല്ലാവരും ഇഷ്ടമുള്ള കാര്യമല്ല. ഇപ്പൊ വീട്ടിൽ ഞാൻ കേട്ടില്ല എന്ന ലക്ഷ്മിയുടെ വേടത്തിന് ഓർമ്മയില്ലേ, അതേപോലെ തന്നെ നിലപാട് കണ്ടു മക്കളെ രീതിയിൽ ആരും നമ്മൾ ആദ്യം അത്രയോ. ഇപ്പൊ റെണ ഫാത്തിമയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അവരൊരു പപ്പിയെ വാങ്ങി, ഒരു നായയെ വാങ്ങി. ഇവര് മതവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. അത് എന്തുകൊണ്ടാണ് വീഡിയോ കാണുമ്പോൾ വ്യക്തമായി മനസ്സിലായി. സ്കിപ്പ് ചെയ്ത് കാണാം. നമുക്ക് എന്തായാലും അവർക്ക് പറയാൻ കേൾക്കാല്ലേ. ഗൈസിനൊക്കെ പണ്ട് ഞാൻ നായിനെ ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ടതിന്റെ പേരില് 7 പ്രാവശ്യം ഞാൻ ചെളിവെള്ളത്തിൽ കുളിച്ചിട്ടുണ്ട്. സീരിയസ്ലി, തലയിൽ വെച്ചിട്ടല്ല, നേരത്തെ വെച്ചിട്ട്. ഓക്കെ, സോ ഇതിൽ ഞാൻ പറയുന്നത് പണ്ട് ഞാൻ നായനെ തൊട്ടതിന്റെ പേരിൽ 7 പ്രാവശ്യം ചെളിവെള്ളത്തിൽ കുളിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്തൊരു കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ ചെയ്യാത്തൊരു കാര്യമല്ല. കുളിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടാണോ? ഇല്ല. പക്ഷേ ബാക്കിയുള്ള എൻ്റെ കൂടെയുള്ള കുട്ടികൾ പറഞ്ഞിട്ട് നീ നായനെ തൊട്ട് നീ 7 പ്രാവശ്യം ചെളിവെള്ളത്തിൽ കുളിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഗ്രൗണ്ടിലുള്ള ചളി, അതായത് കളിമണ്ണേന്നു, അതുകൊണ്ട് ചെളിവെള്ളം ഉണ്ടാക്കിയിട്ട് അതിനെക്കൊണ്ട് 7 പ്രാവശ്യം കുളിപ്പിച്ചിട്ടുണ്ട്. അതല്ല വിശ്വാസം എന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് വളച്ചൊടിച്ച് പറഞ്ഞ രീതി ഞാൻ കേൾപ്പിച്ചു തരാം. കുളിക്കണം, അതിൽ ചളി വെച്ച് കുളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ വീഡിയോ എടുത്തത്. സ്വാഭാവികമായിട്ടും ഇതര മതസ്ഥരായിട്ടുള്ള ഈ മതത്തിനോട് എന്തെങ്കിലും ഒരു അസൂയ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ കുത്തിക്കും. എന്നിട്ട് അത് വെച്ചിട്ട് ആ മതത്തിലുള്ള ആളുകളാണ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ അളക്കും എന്നുള്ളതാണ്. എന്ത് വലിയൊരു മണ്ടത്തരല്ലേ. അപ്പൊ പല ആളുകൾക്കും പല രീതിയിലുള്ള തെറ്റാണ്. അത് മണ്ടത്തരമാണോ ഗൈസ്? എന്നെ കൊണ്ട് വേറൊരാള് ഇങ്ങനെ പൊട്ടത്തരം പറഞ്ഞിട്ട് ആ അറിവില്ലാത്ത പ്രായത്തിൽ ഞാൻ എങ്ങനെ ചെയ്ത് എന്ന് പറയുന്നത് അതെങ്ങനെ മണ്ടത്തരാവാം? ഞാൻ ചെയ്ത കാര്യമല്ല പറഞ്ഞത്. അതായത് എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ വന്ന ആൾക്കാർ, ഞാൻ ചെറുതാകുമ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോയപ്പോഴായിരുന്നു അവിടെ ഒരു നാടൻ പട്ടീനെ കണ്ടത്. അപ്പം ഞാൻ സ്നേഹത്തോടൊന്ന് തൊട്ട് നോക്കി. അതിൻ്റെ പേരിൽ ഞാൻ 7 പ്രാവശ്യം ചെളിവെള്ളത്തിൽ കുളിച്ച്, വിച്ച് ഈസ് ട്രൂ. ഞാൻ അവിടെ ഒന്നും ആഡ് ഓൺ ചെയ്തിട്ടില്ല. പക്ഷേ എന്നെ അങ്ങനെ പറഞ്ഞ് കുളിപ്പിച്ച ആൾക്കാരാണ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചത്. ആ പ്രായത്തിൽ എനിക്ക് അറിവില്ലായിരുന്നു. ആ പ്രായത്തിൽ എനിക്ക് ഖുർആൻ വായിക്കാനോ അല്ലെങ്കിൽ നേരായ രീതിയിൽ ഇതാക്കാനോ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലും പറഞ്ഞിട്ടില്ല. കാരണം വീട്ടിൽ പറഞ്ഞാൽ ചിലപ്പം വീട്ടുകാർ സീനാക്കുമെന്ന് വിചാരിച്ചിട്ട്, കാരണം ദേ ബിലീവ് ഇൻ ഇസ്ലാം. സോ അവർ സീനാക്കുമെന്ന് വിചാരിച്ചിട്ട് ഇവരിങ്ങനെ തൊട്ടേൻ്റെ പേരിൽ ഇങ്ങനെ ചീത്ത പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. അപ്പോൾ ഇവർ പറയുന്നത് കേട്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. അത് ഞാൻ പിന്നെ ബാക്കിയുള്ള സ്റ്റോറിയിൽ അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. പട്ടീനെ തൊടുന്നത് ഹറാമും അല്ല, അതുപോലെ തന്നെ അത് നാജിസാണ് അല്ലെങ്കിൽ നജാസാണ്, ഇംപ്യോറാണ്. അതുപോലെ തന്നെ പട്ടിയുള്ള വീട്ടിൽ മാലാഖകൾ കയറില്ല. ഇതൊക്കെ എനിക്കറിയാം. ഓക്കെ, ആൻഡ് ഓൾസോ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഹറാമാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് പ്രശ്നമില്ല. ഐ വോണ്ടഡ് ടു ഓൺ എ ഡോഗ് ആൻഡ് ഞാനത് വാങ്ങിച്ചു. എനിക്ക് ഇതിനെ കളിപ്പിക്കാനും സ്നേഹിക്കാനും ഇഷ്ടമാണ്. ഓരോരുത്തരുടെ മതങ്ങളും ഓരോരുത്തരുടെ വിശ്വാസങ്ങളും അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അതിൽ വേറൊരാൾ ഇന്റർഫിയർ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എനിവേസ് ബാക്കി കാണാം. ഈ നായ എന്ന ജീവിയെ ഇസ്ലാം അത് ഒരിക്കലും തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലെ കാവൽക്കാരനായിട്ടോ നമ്മുടെ കൃഷിയിടങ്ങൾ കാക്കാൻ വേണ്ടിയിട്ടോ നിർത്താൻ കഴിയുന്ന ഒരു ജീവിയായിട്ട് ഇസ്ലാം മത വിശ്വാസ പ്രകാരം പറയുന്നുണ്ട്. ഖുർആനിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വിശന്ന് വലഞ്ഞു വന്ന ഒരു നായക്ക് ഒരു തുള്ളി വെള്ളം കൊടുത്തപ്പോൾ ആ വേശ്യയായ സ്ത്രീക്ക് പോലും സ്വർഗം കിട്ടി എന്നാണ്. അപ്പൊ നായയെ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. പക്ഷേ അതിന്റെ വായിൽ വരുന്ന ആ ഒരു ഉള്ളിനീര് നമ്മുടെ ശരീരത്തിലേക്ക് ആവുകയാണെങ്കിൽ സയന്റിഫിക്കലി ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണുള്ളതാണ്. അതിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാകുന്നത്. എന്തിനും സ്വന്തം നമ്മുടെ വായിൽ തന്നെ ഒരുപാട് കീടാണുക്കൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഒരു തൊണ്ടവേദന കഫക്കെട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ വായിൽ നിന്നൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊരു തുപ്പരമായിട്ട് നിങ്ങൾ ശരീരത്തിൽ തേച്ചില്ലെങ്കിൽ എന്താ അവസ്ഥ? നിങ്ങൾക്ക് അതിലൂടെ വല്ല അസുഖം വരാനുള്ള സാധ്യതകളില്ല. ആ പറഞ്ഞത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. കാരണം വായിലുള്ള ഉമിനീര് ഇംപ്യോർ ആണെങ്കിൽ നമ്മൾ ഇസ്ലാമിൽ പൂച്ചകൾ ഓക്കെയാണ്.
അത് അവരെ മാലാഖകളായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ റീഡ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ എൻ്റെ അറിവ് വെച്ച് പറയാണ്. പൂച്ചകൾ വീട്ടിൽ നല്ലതാണ്, നല്ലൊരു സ്വത്താണ്. പൂച്ചനെ വളർത്താണെങ്കിൽ നമുക്ക് ഗുഡ് ഡീഡ്സ് കിട്ടും എന്ന് കരുതിയിട്ട് ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ നമ്മളെ മനുഷ്യന്മാരെ വായാലും ഉമിനീര് കീടാണുക്കൾ ഉണ്ടെങ്കിൽ ആ പൂച്ചകളുടെ വായാലും കീടാണുക്കൾ ഉണ്ടാവും, പട്ടികളുടെ വായാലും കീടാണുക്കൾ ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഞാൻ ആ കീടാണുക്കൾ ബാഡാണെന്നോ ഗുഡാണെന്നോ അല്ല ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ബാക്കിയുള്ള മതത്തിലുള്ള ആൾക്കാരും മതം വിശ്വസിക്കാത്ത ആൾക്കാരും എല്ലാവരും ഈ പട്ടീനെ വളർത്തുന്നുണ്ട്, ഇൻക്ലൂഡിങ് മുസ്ലിം. അവരുടെ ഈവൻ എൻ്റെ ശരീരത്തിൽ വരെ ഉമിനീര് ആവുന്നുണ്ട് പട്ടീൻ്റെ. ഞാൻ പറയുന്നില്ല അയ്യോ ഞാൻ ഇസ്ലാം അല്ലെങ്കിൽ ഖുറാനിൽ പറഞ്ഞ പോലെ ഉള്ളൂ പട്ടീനെ വളർത്തുന്നത്. ഞാൻ പറഞ്ഞില്ല, അത് ഓരോരുത്തരുടെ ഫെയ്ത്താണ്, വിശ്വാസമാണ്. എനിക്കിതിനെ കളിപ്പിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ആ ഒരു വേർഡ് അല്ലെങ്കിൽ ഇസ്ലാം പറഞ്ഞ ആ ഒരു കാര്യം ഫോളോ ചെയ്യാൻ പറ്റിയില്ല. അതിൽ എനിക്ക് ഗിൽറ്റ് ഉണ്ട്, പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് മൈ പേഴ്സണൽ ചോയ്സ്, റൈറ്റ്? ഇപ്പം എല്ലാ മതം തികഞ്ഞ ആൾക്കാരും ഇപ്പം മതത്തിനെ പറ്റി പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും അവരെല്ലാം തികഞ്ഞ ആൾക്കാരാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇന്നൊരിക്കലും ന്യായീകരിക്കല്ല. ഞാൻ എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് എനിക്കറിയാം, ഞാൻ തട്ടടാത്തതിൻ്റെ കുഴപ്പങ്ങൾ എനിക്കറിയാം. ഇസ്ലാമിൽ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഐ ഹാവ് എ ബോയ് ഫ്രണ്ട് ആൻഡ് ദാറ്റ് ഈസ് ഹറാം, ദാറ്റ് ഈസ് ആക്ച്വലി ഹറാം. ഇതൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ അത് ചെയ്യുന്നത് ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് മൈ പേഴ്സണൽ ചോയ്സ് ആൻഡ് നോ വൺ ഹാസ് ദ റൈറ്റ് ടു ജഡ്ജ് ദാറ്റ്, റൈറ്റ്? ദാറ്റ്സ് മൈ ഓൺലി പോയിന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നു വിട്ടുപോയി. അപ്പം പലവരുടെ വീട്ടിലും പട്ടിയുണ്ട്, പട്ടി വളർത്തുന്നുണ്ട് എന്ന് കരുതിയിട്ട് അവരുടെ തുപ്പകൾ നമ്മളെ വായിലായിട്ടോ അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിലായിട്ടോ നമുക്ക് അസുഖം വന്ന് ചത്തുപോകുന്നൊന്നുമില്ല. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. വളർത്താതിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇത് പേടിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ അവർക്ക് താല്പര്യമില്ലാണ്ടായിരിക്കും, ചിലപ്പോൾ അത് ബേർഡൺ ആവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ വളർത്താൻ താല്പര്യമുള്ള ആൾക്കാർ അവരുടെ സ്നേഹം കിട്ടാനും അവരെ കൊഞ്ചിക്കാൻ വേണ്ടിയിട്ടും അവരെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും പേഴ്സണൽ ചോയ്സ് ആണ്. വളർത്തുന്ന ആൾക്കാരും ഒരിക്കലും ഈ വളർത്താത്ത ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, വളർത്താത്ത ആൾക്കാർ ഒരിക്കലും വളർത്തുന്ന ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ചെയ്യും, വിച്ച് ഇസ് സ്വാഭാവികം. ഒന്നാമത് ഇതുപോലുള്ള ആൾക്കാരൊക്കെ അല്ലേ കൂടുതൽ നമ്മുടെ നാട്ടിലുള്ളത്, അതുകൊണ്ട് ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ ചെയ്യും. എനിവേസ് ലെറ്റ്സ് സീ ദ നെക്സ്റ്റ്. വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്, അല്ലാതെ നായ എന്ന് പറയുന്ന ഒരു ഭീകരജീവിയായിട്ടൊന്നും ഇസ്ലാം അതിന് പഠിപ്പിക്കുന്നില്ലല്ലോ. ഓക്കെ, ഇത് കേൾക്കുന്ന ആളുകൾക്ക് തെറ്റായ പല കാര്യങ്ങളും ചിന്തിക്കാൻ കഴിയുന്നതാണ്. മുഴുവൻ കേൾക്കാം, എന്നിട്ട് ഞാൻ പറയാൻ കുറച്ച് കാര്യങ്ങൾ. ഞാൻ പട്ടീനെ പണ്ട് തൊട്ട സമയത്ത് 7 പ്രാവശ്യം ചെളിവെള്ളത്തിൽ കുളിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പോയ ആൾക്കാർ പറഞ്ഞു 1 പ്രാവശ്യം ചെളിവെള്ളത്തിൽ കുളിക്കണം, ബാക്കി 6 പ്രാവശ്യം നോർമൽ വെള്ളത്തിലാണ് കുളിക്കേണ്ടത്, അത് ഇത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഇതൊക്കെ അത് ഭയങ്കര ഓവർ ഹൈപ്പ് ചെയ്യുന്ന കാര്യമില്ല, ഞാൻ ഇസ്ലാമിന്റെ താത്തി പറയുന്ന പോലെ അങ്ങനെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പട്ടീനെ തൊട്ടത് കൊണ്ട് നമ്മൾ എന്താ പറയാ ചെളിവെള്ളത്തിൽ കുളിക്കേണ്ട ആവശ്യമില്ല. തൊട്ടതാണെങ്കിൽ മനഃപൂർവ്വമാണെന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം കൈകൊണ്ട് കഴുകുന്ന കാര്യം തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ നായ തൊട്ടെന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഒരു തവണ കളിവെള്ളത്തിൽ തൊട്ട് ഒരു കൈ ബാക്കി 6 തവണ വെള്ളത്തിൽ കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, തെറ്റായ ഓരോരോ കാര്യങ്ങളാണ് ആളുകൾ പറയുന്നത്. ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ പഠിച്ചത് വെച്ചിട്ട് നായയുടെ മൂക്കിൽ നിന്നും വരുന്ന ആ സംഭവം, അതുപോലെ തന്നെ തുപ്പൽ, അതുമാണ് പ്രശ്നം. ഞാൻ ഇത് തൊട്ടിട്ടില്ല എന്നല്ല പറയുന്നത്. ഓക്കെ, ഇദ്ദേഹം പറയുന്ന തെറ്റായ കാര്യം കറക്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. സോ അതാണ് ഇതിൽ പറയുന്നത്, ഇസ്ലാമിൽ പറയുന്നത്. ഉമിനീരും അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് വരുന്ന ആ ഒരു ഇംപ്യൂർ ആയിട്ടുള്ള സംഭവം. നായനെ തൊട്ടതിൻ്റെ പേരിൽ നമ്മൾ നായക ശരീരം കേൾക്കേണ്ട ആവശ്യമില്ല. അൺടിൽ ഓർ അൺലെസ് നായ ഇങ്ങനെ ദേഹത്ത് നക്കാറുണ്ട്, റൈറ്റ്? അപ്പം ശരീരത്തിൽ ഈ ഒരു സംഭവം ആവും, സലൈവ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി സംഭവം ആവും. അത് ശരീരത്തിലായിട്ട് അത് നമ്മൾ തൊടുവാണെങ്കിൽ മാത്രം 7 പ്രാവശ്യം, ലൈക്ക് 1 പ്രാവശ്യം ചെളിവെള്ളത്തിലും 6 പ്രാവശ്യം നോർമൽ വെള്ളത്തിലും കഴുകുക. ഇതാണ് എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ഇദ്ദേഹം പറഞ്ഞതും തെറ്റായ ഒരു കാര്യമാണ്. ഇൻ മൈ ഒപ്പീനിയൻ, ഞാൻ വായിച്ചത് വെച്ചിട്ട് അങ്ങനെയാണ്. പക്ഷെ എനിവേസ് ഐ ഡോണ്ട് ഹാവ് ടു ഗെറ്റ് ഡീപ്പ് ഇൻ ടു ദാറ്റ് ആൻഡ് ഇങ്ങനെ പോക്കേണ്ട ആവശ്യമില്ല. കാരണം ഓക്കെ, ആള് ഇസ്ലാം പഠിപ്പിക്കാൻ നോക്കാണ്. സോ യാ, ലെറ്റ്സ് സീ. അതിന്റെ ലൈക്ക് ഞാൻ ഇസ്ലാംപരമായി പറയാണ്. ഫോർ ദോസ് ഹു ഡോണ്ട് നോ, നമ്മൾ അതിന്റെ അതെന്താ ഞാൻ പറഞ്ഞാല് പ്രശ്നോ? നിങ്ങൾക്ക് മാത്രമുള്ളൂ പറയാൻ പറ്റുക, നമ്മൾ പറഞ്ഞ പ്രശ്നം നിങ്ങൾക്ക്? ഒരു വലിയ എല്ലാം തികഞ്ഞ ആൾക്കാരല്ലേ നമ്മൾ, പിന്നെ ചെറിയ മക്കള്, ഒന്നും അറിയാത്ത ആൾക്കാർ അല്ലേ. പിന്നെ ഇസ്ലാം മതത്തിനെ വെറുക്കുന്ന ആളല്ലേ ഞാന്. വളരെ കഷ്ടം ഗൈസ്. വീടിനകത്ത് വളർത്തിനെ കുറിച്ച് കാര്യം നോക്കുക.
നായയോ ചിത്രങ്ങളോ ഉള്ള വീട്ടിൽ മാലാകമാർ പ്രവേശിക്കില്ല. സ്വഹീഹ് ബുഖാരി 3225. നായയുള്ള വീട്ടിൽ മാലാകമാർ പ്രവേശിക്കില്ല എന്നാണ് പറയുന്നത്. വീടിനകത്ത് ഇതിന് വളർത്താൻ പറ്റില്ല. തോട്ടമുള്ള ആളുകൾക്ക് വളർത്താം, അത് തോട്ടം സംരക്ഷിക്കാൻ വേണ്ടി വളർത്താം, വേട്ടയാടാൻ വളർത്താം എന്നൊക്കെയാണ് കൃത്യമായി പറയപ്പെട്ടിട്ടുള്ളതാണ്. ഇനി അടുത്ത കാര്യം, കൃഷിയോ ആടുകളെയോ കാക്കാനോ വേട്ടയ്ക്കോ വേണ്ടിയല്ലാതെ ആരെങ്കിലും ഒരു നായയെ വളർത്തുകയാണെങ്കിൽ ഓരോ ദിവസവും അവരുടെ പ്രതിഫലത്തിൽ നിന്നും ഓരോ കീറാത്ത് വീതം കുറഞ്ഞുകൊണ്ടിരിക്കും. സ്വഹീഹ് മുസ്ലിം 1875. അതായത് വേട്ടക്ക് പോലും ഉപയോഗിക്കാം. വേട്ട എന്ന് പറയുമ്പോൾ മറ്റു മൃഗങ്ങൾ, ആടുകളെ. ഓക്കെ, എനിക്ക് എൻ്റെ ഈ കുട്ടീനെ വേട്ടക്കയക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല. എനിക്കിവിടെ ഗാർഡനൊന്നും ഇല്ല, അതുകൊണ്ട് ദയവായി ക്ഷമിക്കണം. കാരണം പ്ലീസ്, ഐ ഡോണ്ട് ഹാവ് ഇനഫ് റിസോഴ്സസ് ടു വേട്ടക്കയക്കൽ ദിസ് കുട്ടി മൃഗം. അല്ലെങ്കിൽ കുട്ടി മൃഗം എന്ന് പോലും വിളിക്കാൻ എനിക്ക് തോന്നുന്നില്ല, അത്രയും ചെറുതാണ്. എനിക്ക് അതിനല്ല, എനിക്ക് ഇതിനെ വെച്ചിട്ട് വേറെ കാര്യങ്ങൾ ചെയ്തിട്ട് അതൊന്നും എന്താ പറയുക ഹെൽപ്പ് കിട്ടണമെന്നോ അതൊന്നും വലിയ സംഭവം കിട്ടണമെന്നോ അങ്ങനെ വേണ്ടിയിട്ടല്ല. എനിക്ക് ഇതിനെ സ്നേഹിക്കണം, വളർത്തണം. ഇത് നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിനെക്കാട്ടി 100 അടങ്ങ് ഇത് തിരിച്ചു കാണിക്കും. ഇതൊക്കെ പട്ടീനെ അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ സ്നേഹിക്കാൻ അറിയുന്ന ആൾക്കാർക്കേ ഉള്ളൂ പറഞ്ഞിട്ട് ആൾക്കാരോട് പറഞ്ഞിട്ടുള്ളൂ കാര്യമല്ല. അതെങ്ങനെ മുസ്ലിമുകൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് മുസ്ലിമുകളിൽ തന്നെ തമ്മിലടിപ്പിക്കുക ആ ഒരു സംഭവമില്ലേ, അതാണ് ഇയാള് പ്രത്യേകമായി ചെയ്യുന്നത്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇതൊരു ഇസ്ലാമപരമായിട്ടുള്ളൊരു കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഇസ്ലാം റീകോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി പരാമർശിച്ചിട്ട് തെറ്റ് പറഞ്ഞത് ശരിയാക്കി കാണിക്കണം എന്നുള്ള ടൈപ്പ് കണ്ടന്റ് ആണെന്ന് എനിക്കിത് കൂടുതൽ ഒരു പേഴ്സണൽ അറ്റാക്ക് പോലാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പറയുന്നത് എനിക്ക് വൃത്തം കിട്ടുന്നില്ല. ഇവരെ മതവിശ്വാസ പ്രകാരം മുന്നോട്ട് പോകുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പുറത്തടിക്കണം. ഓക്കെ, സോ ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പെൺകുട്ടീനെ കൊണ്ട് വിശ്വസിപ്പിച്ചതും ചെയ്യിപ്പിച്ചതും ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യമാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. രണ്ടാമത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് താങ്കൾ മറ്റേ അമ്പ് വില്ലിങ്ങനെ എറിയുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഈ അമ്പും വില്ലിലും അറിവുകളാണെന്ന് വിചാരിച്ചോ? ഈ അറിവുകളുള്ള അമ്പും വില്ലും അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഇങ്ങനെ അമ്പേറുന്ന സമയത്ത് ഈ തല ഇങ്ങനെ മറ്റേ വെട്ടിച്ചു പോയിട്ട് ഈ അമ്പും വില്ലും ഇതിൽ കൂടെ പോയതിന്റെ പ്രശ്നമാണ് എന്ന് തോന്നുന്നു. പക്ഷെ വേറെ ഇനി അടുത്തൊരു പ്രധാനമായ ഒരു വ്യക്തിനെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം പൊട്ടൻ എന്ന് വെച്ചാൽ ഭൂലോക പൊട്ടൻ, അത് വേറൊരു ടൈപ്പ് സാധനം. ആ കമന്റ് ചോദിക്കണം. എപ്പോഴും റീല് കാണാതെ ഇടത്ത് ഖുറാനൊക്കെ എടുത്ത് വായിച്ചു നോക്കണം, എന്നാലേ ഇങ്ങനെ പൊട്ടത്തരം പറയാതെ ഇരിക്കുള്ളൂ എന്നാണ് അവർ ഒന്നാമത് പറയുന്നത്. രണ്ടാമത് നെയ്മി സുഹൃത്തിന എന്ന് പറഞ്ഞത് അതിനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു പൊട്ടും പൊട്ടി തന്നിക്കുന്നത്. ഞാൻ പറഞ്ഞത് വലിയ യാതൊരു യോഗ്യത ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്. ഞാൻ പൊട്ടുതൊട്ടാൽ ഇയാൾക്ക് എന്താ പ്രശ്നം? ഇയാള് വർത്താനം കേട്ടാതൊന്നും ഇയാള് മറ്റേ സിറാത്ത് പാലത്ത് കൂടെ മറ്റേ സ്കേറ്റിംഗ് ബോർഡ് ഓട്ടിപ്പോകുന്നു തോന്നുന്നു ഇയാളെ വർത്താനം കേട്ടാല്. ഒന്നാമത് ഹി ഈസ് നോട്ട് എ മുസ്ലിം. ഓക്കെ, എനിവേസ് വാട്ട് എവർ, എല്ലാവർക്കും ഖുറാനെ പറ്റി സംസാരിക്കാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആ ഭാഗത്തിനെ പറ്റി സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പൊട്ടു തൊട്ടാലും ഞാൻ എൻ്റെ പട്ടിക്കുട്ടീനെ പിടിച്ചിരുന്നാലും ഇയാൾക്ക് എന്താ പ്രശ്നം? ഇയാളാണ് എൻ്റെ വീട്ടിൽ ചെലവ് തരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഗൈസ് ഭ്രാന്ത് പിടിക്കുന്നത്. ഓ, ഇയാൾ ഈ ഫോൺ മുന്നിൽ വെച്ച് കണക്കാൻ എല്ലാവർക്കും അറിയാം. പക്ഷെ നേരിട്ട് കണ്ടാല് ഇവരൊക്കെ മുട്ടും മറിച്ചു പറഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞ ഇയാൾക്കെതിരെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ ഒരാളെ ഹേറ്റ് ചെയ്യുന്ന, അതുപോലെ കണ്ടന്റിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ കണ്ടന്റ് സ്റ്റീൽ ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാൾക്ക് എഗെയിൻസ്റ്റ് ഞാൻ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്താൽ ഞാൻ വെറുതെ എൻ്റെ ടൈമാണ് വേസ്റ്റ് ചെയ്യുന്നത്. ഇയാളെ പോലെ ഒരു പണിയില്ലാതെ, പണിയുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, പണിയില്ലാതെ എപ്പോഴും ഇങ്ങനെ കാറിൽ ഇങ്ങനെ ഫോൺ ഓണാക്കി ഓരോരുത്തർ കുറ്റവും പറഞ്ഞ് ഇരുന്നിട്ട് എനിക്ക് തോന്നിയില്ല ഇയാൾക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടെന്ന്. പണിയുണ്ടേ തന്നെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതല്ലേ എൻഡ് ഓഫ് ദ ഡേ ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് കാണാതെയും ലൈക്ക് മൈൻഡ് ആക്കാതെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ നന്നാവാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നോക്കേണ്ടതാണ്. ആൻഡ് ഞാനത് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറേ പണികളുണ്ട്. എനിക്ക് ഡെയിലി പൈസ ഉണ്ടാക്കണം. എനിക്ക് എൻ്റെ വീടിൻ്റെ വാടക അടിക്കാണ്ട്, എൻ്റെ സ്വന്തം വീടിൻ്റെ ലോൺ അടിക്കാനുണ്ട്, കാറിൻ്റെ EMI അടിക്കാനുണ്ട്, ഫോണിൻ്റെ EMI അടിക്കാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് ഓൾസോ എനിക്ക് സ്വന്തമായിട്ട് സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ബാക്കിയുള്ള ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് മൈൻഡാക്കി നടക്കല്ല ഞാൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇയാൾക്ക് എന്താ പ്രശ്നം ഞാൻ പൊട്ടോടുന്നതിനും പട്ടീനെ പിടിക്കുന്നതിനും? ദാറ്റ്സ് മൈ ഓൺലി ക്വസ്റ്റ്യൻ. ലെറ്റ്സ് സീ എനിവേസ്. അത് കൂടാതെ മൂത്രം ഒഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ നിങ്ങൾ കാണില്ലേ? ഇവർ പറഞ്ഞ ഇടക്ക് ഖുറാനൊക്കെ എടുത്ത് വായിച്ചിട്ട് നിങ്ങൾ റീലൊക്കെ കാണുക പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ
എന്താ പറയുക പട്ടീൻ്റെ വാല് കൈയിടൂലെന്നും പട്ടീനെ പിടിക്കൂലെന്നും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഇല്ല. ഇങ്ങനെ പണ്ട് ഞാൻ ഇസ്ലാമിനെ പറ്റിയിട്ട് പട്ടീനെ തൊട്ടേൻ്റെ പേരിൽ ഈ പ്രാവശ്യം കുളിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഓൺലി ഞാൻ പറഞ്ഞത്. ഇത് പട്ടി മൂത്രം ഒഴിച്ചാലും മൂത്രം വൃത്തിയാക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് പട്ടി മൂത്രം ഒഴിക്കരുത്, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. എല്ലാ ബുദ്ധിയുള്ള ആൾക്കാർക്കും അറിയാം, പട്ടീനെ വളർത്താണെങ്കിൽ, എസ്പെഷ്യലി ഒരു ചെറിയ പട്ടീനെ വളർത്താണെങ്കിൽ എന്തായാലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യണമെന്ന്. സോ ഇയാൾ ഇങ്ങനെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണ് ഖുർആനിൽ പറഞ്ഞത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം കൊണ്ടല്ല, ഇതൊരു കാര്യം സത്യം എന്ന് പറയേണ്ടതായി. പക്ഷെ ഇവിടെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കുമ്പോൾ അതിന് മറുപടി കുത്തിയോ. ഓക്കെ എന്നെ ഫോളോ ചെയ്യാതെ എന്റെ സ്റ്റോറി എടുത്ത് ഒളിഞ്ഞു നോക്കിയിട്ട് ഉഴുപ്പില്ലാതെ എന്റെ അനുവാദം പോലും ഇല്ലാതെ എന്നെ പറ്റി വീഡിയോ ചെയ്യുകയും എന്നിട്ട് വലിയ കൊണയടിക്കുകയും ചെയ്യുന്ന നിങ്ങൾ മഹാനായ വ്യക്തിയാണെന്ന് നിങ്ങൾ കരുതുകയോ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. സോറി ഗൈസ്, ഞാൻ എൻ്റെ ഒരു ഫ്രസ്ട്രേഷനിൽ പറഞ്ഞതാണ്. ഞാൻ ഇതിപ്പോഴാണ് കറക്റ്റായിട്ട് കാണുന്നത്. ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുള്ളൂ. ഇപ്പോഴാണ് ഇയാൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ മോൻ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നു. കാരണം ഐ ഡോണ്ട് നോ വൈ ദീസ് പീപ്പിൾ ആർ ഹേറ്റിംഗ് ലൈക്ക് ഞാൻ ഇയാളെ കുടുംബത്തിലോ ഇയാളെ ലൈഫിലോ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ടും വൈ ദിസ് ഗൈ ഈസ് ഹേറ്റിംഗ്. ഇവര് റോട്ടുമ്മ കൂടെ പോകുന്ന എല്ലാരും ഇങ്ങനെ ഹേറ്റ് ചെയ്യാനാണോ പതിവ്? ഇതിന്റെ രോമം പോലും പ്രശ്നമാണെന്നുള്ളതാണ്. നായയെ നമ്മൾ വീടിനകത്ത് വളർത്തിക്കുന്നത് രോമം വഴിയും മൂത്രമൊഴിക്കുമ്പോൾ തന്നെ ലെവലിലൊക്കെ അതൊക്കെ നമുക്ക് ഇസ്ലാമത്തെ വിശ്വാസത്തോടെ ജീവിക്കുന്ന ആളുകൾക്ക് നമുക്ക് ബുദ്ധിമുട്ടാവും. നമസ്കാരം കയറാവില്ല എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞില്ല മാലാക്കന്മാര് കയറാത്ത വീടായി മാറുന്നത്. ഇയാള് പറഞ്ഞത് ഇസ്ലാംപരമായി വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം. ഇയാൾക്കത് പ്രശ്നമില്ല. കാരണം ഇയാൾ ഇസ്ലാം വിശ്വസിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ വിശ്വസിക്കുന്നില്ല എന്നാണ് ഇയാളെ ഒരു ഇത് വെച്ച് എനിക്ക് തോന്നുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം എനിക്കും പ്രശ്നമില്ല, ഇയാൾക്കും പ്രശ്നമില്ല. ബാക്കി കാണുന്നവരെ സാറ്റിസ്ഫൈ ചെയ്യാനാണ് ഇയാൾ വീഡിയോ ചെയ്യുന്നത്. എന്നിട്ടൊരു വാക്കും ഞാൻ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. കൊള്ളാം കൊച്ചു, കൊള്ളാം. ഇനി ഈ വീഡിയോ കാണുന്ന കുറെ ഇസ്ലാം മത വിരോധികളായ ആളുകൾ ഉണ്ടാവും കേട്ടോ. അവരുടെ വരയ്ക്കും അവരുടെ ആരും നോക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇത് റണ്ണാപ്പാക്കിന്ന് പറഞ്ഞ ഈ പൊട്ടത്തരം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ളതാണ്. മതപരമായ കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പോയി പണി നോക്കട്ടെ പുല്ല് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുന്നതാണ്. അതായത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇദ്ദേഹം സംസാരിക്കുള്ളൂ എന്നാണോ ഇദ്ദേഹം ഉദ്ദേശിച്ചത്? അതാണ് പ്രശ്നം. അണ്ണാക്കിലിട്ട് പിന്നെ എനിക്കെന്തിനാ അതിന്റെ അണ്ണാക്കിലിട്ട് കൈയിടുന്നത്? പക്ഷെ ഞാനല്ല എന്റെ നായ്ക്കുട്ടീന്റെ അണ്ണാക്കിൽ കൈയിടുന്നത്. ഇദ്ദേഹമാണ് എന്റെ അണ്ണാക്കിൽ കൈയിട്ടിട്ട് എന്നെ ഇങ്ങനെ ചൊറിയാൻ വരുന്നത്. ഞാൻ എന്തോ ചെയ്തോട്ടെ, ഇയാൾക്ക് എന്താ പ്രശ്നോ? പിന്നെ ഇയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിയുള്ളവരുടെ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് നോക്കിയിട്ട് അവരുടെ കണ്ടന്റ് എടുത്തിട്ട് അങ്ങനെയാണ് ഇയാൾ സമ്പാദിക്കുന്നതെന്ന് തോന്നുന്നത്. കാരണം നല്ല റീച്ചൊക്കെ ഉണ്ട്. ഡെയിലി യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ യൂട്യൂബ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഈ പൈസ തന്നെ മതി ഒരു മാസം ജീവിക്കാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നും വേണ്ട. അപ്പം എന്തായാലും ഇത് ചെയ്തല്ലേ പറ്റൂ. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുന്ന പൈസ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞുണ്ടാക്കുന്ന പൈസ, അത് ഞാൻ ഒരു മതം ബേസ്ഡ് പറയല്ല. എങ്ങനെ പൈസ ഉണ്ടാക്കുന്ന, ഇങ്ങനെ ബാക്കിയുള്ളവർ ഇറച്ചി ഉണ്ടാക്കുന്ന പൈസ അതൊന്നും ഒരിക്കലും സസ്റ്റെയിൻ ചെയ്യില്ല. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. ബിക്കോസ് കർമ്മ ഇസ് എ തിങ്. അപ്പൊ ഒരിക്കലും ആ ബിസിനസ് കഴിക്കുമ്പോൾ ആ നിസ്സാരം നടക്കാവില്ല. പിന്നെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കും ഒരു കാലത്ത് വിശ്വാസത്തിലാണെന്ന് പറയുമ്പോൾ തന്നെ കുറ്റം തോന്നുന്നു എന്ന് പറയേണ്ടി വരും. ഒരു വിശ്വാസം അത് സത്യം പറഞ്ഞാൽ തമ്മാടിത്തരം വിളിച്ച് പറയാ എന്നതിന്റെ ഉദാഹരണമാണ്. കാരണം എന്നെ പറ്റി സംസാരിക്കുകയാണ്, എന്നെ പറ്റി സംസാരിക്കുക. ഞാൻ ഇദ്ദേഹത്തിന്റെ തന്തയോ തള്ളയോ വീട്ടുകാരെയോ കുടുംബക്കാരെയോ ആരെങ്കിലും വിളിച്ചോ? ഇയാൾ തന്തയില്ലാത്തവനാന്ന് ഞാൻ പറഞ്ഞു? ഒരിക്കലും ഇല്ല. പക്ഷെ ഇയാൾ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ കുത്തി പറയുകയും കുത്തി പൊക്കുകയും ചെയ്ത് അത് സത്യം പറഞ്ഞാൽ തന്തയില്ലായ്മയായ ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ ഇവിടെ പറയുന്നില്ല. കാരണം ഇദ്ദേഹത്തിന്റെ തന്തയുണ്ട് തള്ളയുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ വീട്ടുകാരെ പറ്റിയിട്ട് ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സോ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് അത് കേട്ടപ്പോഴാണ് ഭയങ്കരമായിട്ട് ട്രിഗറായി പോയത്. കാരണം നമ്മൾ രണ്ടാളും തമ്മിലുള്ളൊരു കൺവെർസേഷനാണ്, അങ്ങനെ തന്നെ പോവുക. അല്ലാതെ വീട്ടുകാരെ വലിച്ചിടുക ആ സംഭവം എന്താ പറയുക, നമ്മൾ വീട്ടുകാരെ വലിച്ചിടുന്ന സമയത്ത് കുറേ പാരൻസ് ഇത് കാണുന്നതല്ലേ. അപ്പോൾ അവർക്കൊരു ഇമോഷണൽ സംഭവം വരും. അയ്യോ ഈ പെൺകുട്ടിക്ക് മാതാപിതാക്കളെ ഇഷ്ടമില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ യൂഷ്വലി അങ്ങനെയാണല്ലോ, പാരൻസിനെ റെസ്പെക്ട് ചെയ്യാത്ത. അത് പാരൻസ് ഇങ്ങോട്ടൊക്കെ എല്ലാവരുടെ പാരൻസും ഭയങ്കര അടിപൊളിയായിട്ടുള്ള പാരൻസ് ഒന്നല്ല. പാരൻസിന്റെ ചൂഷണം കൊണ്ട് കുറെ കുട്ടികൾ സൂയിസൈഡ് ചെയ്തിട്ടുള്ള ന്യൂസ് വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. എൻ്റെ എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണെന്ന് ഞാൻ പറയുന്നില്ല. സോ
പാരൻസിൻ്റെ ആ ഒരു ഇമോഷണൽ സംഭവം വെച്ചിട്ട് എല്ലാവരും കാഴ്ചപ്പാട് പാരൻസിനെ റെസ്പെക്റ്റ് ചെയ്യാത്ത പെൺകുട്ടികൾ എല്ലാവരും മോശമായിട്ടുള്ള പെൺകുട്ടികളാണ്, അവർ ജീവിതത്തിൽ ഗുണം പിടിക്കൂല എന്നൊക്കെയാണല്ലോ. സോ ആ ഒരു ഇമോഷണൽ സ്ട്രാറ്റജി പിടിച്ചിട്ടാണ് ഇപ്പം ഇത് പറയുന്നത്. ഇപ്പം ഇത് പറയുകയാണെങ്കിൽ കുറേ ആൾക്കാർക്ക് അത് ഇമോഷണലി കണക്റ്റ് ആവല്ലോ. ആ രീതിക്കാണ് ഇയാൾ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത്. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തലയിലെ തട്ടം ഉണ്ടോ ഇല്ല, പിന്നെ മേക്കപ്പും അതും ഇതും പെർഫ്യൂമും എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ശരീരം മൊത്തം പൊതിഞ്ഞിട്ട് ഞാൻ പുരയിൽ അങ്ങോട്ട് ഇരിക്കുക. അത് ഓക്കെ ആവാ താങ്കൾക്ക്? എന്താ പറയാ, ഇയാളും കല്യാണം കഴിക്കൂല. കല്യാണം കഴിച്ച പെൺകുട്ടി ഉണ്ടാവില്ലേ? ഓക്കെ, ഇയാൾ മുസ്ലിം അല്ലല്ലോ, ഞാൻ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതിപ്പോ എന്തപ്പം പറയാ, ഇയാളാണ് മുസ്ലിമും അല്ല, പക്ഷെ മുസ്ലിമിനെ ഇസ്ലാമിക കാര്യങ്ങളെ പറ്റി ഇങ്ങനെ പറയുകയും ചെയ്യുന്നത്, പെൺകുട്ടികളെ പറ്റി ഇങ്ങനെ പറയുകയും ചെയ്യുന്നത്. സി, ഇറ്റ്സ് നോട്ട് ഇസ്ലാമിനെ പറ്റി പറയൽ, ഇറ്റ്സ് പ്യോർ പാട്രിയാർക്കി. പാട്രിയാർക്കി എന്താണെന്ന് ഇയാൾക്ക് അറിയാമെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതായത് സ്ത്രീയെ എന്താ പറയുക, അടിച്ചമർത്ത, പുരുഷനാണ് ഈ ലോകത്ത് മുന്നിട്ട് നിൽക്കുന്നത്, നമ്മൾ പറയുന്നതാണ് സ്ത്രീകൾ കേൾക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു കാഴ്ചപ്പാട്. അതായതാണ് എനിക്ക് തോന്നിയത്. കാരണം ഇയാൾക്ക് കാര്യങ്ങൾ വളച്ചൊടിക്കാമെങ്കിൽ എനിക്ക് കാര്യങ്ങൾ വളച്ചൊടിച്ചാൽ എന്താ? ഓക്കെ, ഫൈൻ. ഞാൻ ഇതിന്റെ സ്റ്റോറിയാണ് ഇട്ടത്. ഞാൻ റീല് പോലല്ല കേട്ടോ, റീൽ ഇട്ടാലും ഉള്ളു ഫോളോവേഴ്സ് ഒക്കെ കയറാം. സ്റ്റോറി, അതായത് എന്റെ ഫോളോവേഴ്സിന് മാത്രം കാണാൻ പറ്റുന്ന സ്റ്റോറി. എന്നെ ഫോളോ ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം, സ്റ്റോക്ക് ചെയ്തിട്ട് കാണാം. അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് എടുത്ത വീഡിയോ ആണ് ഇത്, ഇയാള്. എന്നിട്ട് എന്നോട് പറയാ ഞാൻ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തതെന്ന്. യൂട്യൂബിലിട്ട ഇയാളെ പാരാ, യൂട്യൂബിലിട്ടാൽ പൈസ കിട്ടും. ഇയാൾക്ക് എന്താ ഇൻസ്റ്റാഗ്രാമിലിട്ടാൽ പൈസ കിട്ടൂല, യൂട്യൂബിലിട്ടാൽ പൈസ കിട്ടും. അപ്പൊ ആ ഒരു വിഷനോട് കൂടി തന്നെ ഇയാൾ വീഡിയോ ഇട്ട് കണ്ടന്റ് ഉണ്ടാക്കി റീച്ചുമായി. എന്നിട്ട് എന്നോട് പറയാണ് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്ന്. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് കരുതിയിട്ട് ഇപ്പം ചെയ്യുന്ന വീഡിയോക്ക് ഒന്നും എനിക്കൊരു ഗുണം ഉണ്ടാവും തോന്നില്ല. ഇയാൾക്ക് ഗുണം ഉണ്ടെങ്കിൽ ആയി, അല്ലാതെ എനിക്ക് ഈ ഇങ്ങനെ വീഡിയോ ചെയ്ത് വെച്ചിട്ട് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. അവർ പാലിക്കേണ്ടതായ കുറെ കാര്യങ്ങൾ ഹദീസുകളിൽ ഖുർആനിൽ വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ഇഷ്ടാനുസരണം മാറ്റി മറക്കാനുള്ളതല്ല ഒരു മതത്തിലുണ്ട്. ഇപ്പൊ കുറെ സംഖ്യകളും കമന്റ് ചെയ്യും കേട്ടോ. അതായത് ഇസ്ലാം മതം വിട്ടുപോയ കുറെ ആളുകൾ പറയുന്നുണ്ട്. അതായത് തെറ്റായ കാര്യങ്ങൾ ഇപ്പോൾ ജനങ്ങൾ മുന്നിൽ ഇട്ട് കൊടുക്കുന്ന പറയാൻ ഇവർ പറയുന്നതാണോ അല്ലെങ്കിൽ നീ പറഞ്ഞതാണോ ശരിയെന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഞാനത് വായിച്ച് മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഇസ്ലാം മതത്തിനെ ഫോളോ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ സംഖ്യകളും. അപ്പം ഇയാളെന്താ വിളിക്കുക, സുഡാപ്പിന്നോ? നമ്മളൊരു മതത്തിനെ വിശ്വസിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു എയ്ത്തിസ്റ്റ്, ഐ ഹോപ്പ് ദാറ്റ്സ് ദ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. എയ്ത്തിസ്റ്റ് ആകിയത് നമ്മളുടെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ നമ്മുടെ ചോയ്സാണ്. അതിന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മൾ കാരണം മറ്റുള്ള മതത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങളിപ്പം ചെയ്യുന്നുമുണ്ട്. അതിനോട് എനിക്ക് വളരെ പുച്ഛമുള്ളൂ. എന്റെ യോഗ്യതയെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരുമല്ല. നിങ്ങൾ എന്നെ പഠിച്ച റബ്ബോ അല്ലെങ്കിൽ എന്നെ ക്രിയേറ്റ് ചെയ്ത ഗോഡോ അല്ലെങ്കിൽ എന്നെ പൂറ്റി വളർത്തുന്നതിൻ്റെ വാപ്പ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ബോയ് ഫ്രണ്ടോ ആരുമല്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എൻ്റെ യോഗ്യതയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്? സോ മൈൻഡ് യുവർ ഓൺ ബിസിനസ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഗിരിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി അടുത്തതാണ് വളരെ എൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാൾ. കാരണം ഞാൻ ഇയാളെ വീഡിയോ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ ജസ്റ്റ് ഫീൽഡിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് റിയാക്ട് ചെയ്യുക. കാരണം കുറേ കാലമായി ഇയാൾ പൊട്ടത്തരം മാത്രം വിളിച്ചു പറയുന്നത്. മറ്റേ ആൾ കുറച്ചെങ്കിലും ഇസ്ലാമിനെ പറ്റി പറഞ്ഞത് സത്യമാണെന്ന് ഇതാക്കാം കൂട്ടാം. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വരെ വേറെ രീതിയിൽ വളച്ചൊടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ അൽത്തു വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മഹാനായ വ്യക്തി പറയുന്നത്. ആൾക്ക് ബുദ്ധി വിവരമൊന്നും ഇല്ല കേട്ടോ. അത് വെച്ച് കണ്ടാൽ മതി. പിന്നെ നിങ്ങളുടെ റിസ്കിൽ കാണാൻ ശ്രമിക്കാം. ഫാത്തിമയും ഒരു നായയും തമ്മിലുള്ള പ്രശ്നം, ആ നായയുടെ മൂത്രവും തമ്മിലുള്ള പ്രശ്നം. പൊന്നു മനുഷ്യന്മാരെ, ഞാൻ ഇന്ന് വെച്ചിരുന്ന ചില ഓഡിയോ ക്ലിപ്പും ചില വീഡിയോ ദൃശ്യങ്ങളും കണ്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടും. ഫാത്തിമ ബോധമുണ്ടായിട്ടാണോ ഇങ്ങനെ പറയുന്നത്? നീലക്കുയിലിന്റെ സഹോദരനോ ഫാത്തിമയും ഫാത്തിമയുടെ നായയും ചെയ്ത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇത് ഞാൻ പറഞ്ഞത്. ആളുടെ വ്ളോഗ് കാണുകയാണെങ്കിൽ തലയിലുള്ള തലച്ചോറ് മാറ്റി വെച്ചിട്ട് വേണം കാണാൻ. കാരണം ബുദ്ധിയോ ലോജിക്കോ ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഇയാൾ ബുദ്ധിയും ലോജിക്കും ഒരു കാര്യം പറയാറില്ല. എനിവേസ് ലെറ്റ്സ് സീ.
അല്ലെങ്കിൽ രണ്ടെണ്ണം അടിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ സംശയിക്കും. അത്രക്കും നെറികെട്ട വൃത്തികെട്ട വീഡിയോ. അത് വളരെ മോശമാണ്. ഇയാൾ പറയാണ് ഞാൻ 2 അടിച്ചിട്ടാണോ ഇങ്ങനെ പറയുന്നതെന്ന്. ഞാൻ എന്താ അടിച്ചതെന്നും ഞാൻ എന്ത് ഡ്രഗ് ചെയ്തിട്ടുണ്ടെന്നും അല്ലെങ്കിൽ ആൽക്കോൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാനുള്ള ഒരു റൈറ്റും ഇല്ല. അപ്പം നിങ്ങൾ അസ്യൂം ചെയ്തു, ആൻഡ് വിച്ച് ഈസ് വെരി ബാഡ്. ഇറ്റ്സ് ലൈക്ക് ഡിഫേമിങ് മീ. എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ വെച്ച് വരെ എഗെയിൻസ്റ്റ് കംപ്ലൈൻറ്റ് എടുക്കുകയും ചെയ്യാം. അത് കോടതി വരെ എത്തിയിട്ട് എനിക്ക് ജസ്റ്റിസ് കിട്ടും ചെയ്യും. പക്ഷെ ഞാനത് ചെയ്യാത്ത ഐ ഡോണ്ട് വാണ്ട് വേസ്റ്റ് മൈ ഫക്കിംഗ് ടൈം ബ്രോ ഈ പൊട്ടന്മാർക്ക് വേണ്ടിയിട്ട്. കാരണം എനിക്ക് വേറെ പണിയുണ്ട്. പുറത്തു വരുന്നത് അതിനൊക്കെ കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ, എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാൻ ഇടപെടും, മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാൻ ഇടപെടും, ക്രിസ്ത്യാനികൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ ഇടപെടും. അതായത് ആർക്ക് മനുഷ്യരായിട്ട് ജനിച്ചാൽ ആർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ ഞാൻ അതിനെ ഇടപെടുന്നവരാണ്. സോ അങ്ങനെയാണ് ഇയാൾക്ക് മനുഷ്യരായ ആർക്ക് എന്ത് പ്രശ്നം വരാണെങ്കിലും ഞാൻ ഇടപെടും എന്ന് പറയാം. എന്തിനാ അപ്പം അതിൽ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും എന്ന് വലിച്ചിട്ടത്? അപ്പം അത് ഒരു ടൈപ്പ് ഓഫ് മതത്തിനെ പറ്റി പറയുന്നതല്ലേ? അത് മോശമല്ലേ? ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് റന ഫാത്തിമയുടെ വീഡിയോ ഇങ്ങനെ ഇൻബോക്സിൽ വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള വിഷയം ചർച്ച ചെയ്തുകൊണ്ട്, അതായത് റന ഫാത്തിമ ഇവിടെ ഉസ്താദന്മാരെ വെല്ലുവിളിക്കുകയാണ്. റന ഫാത്തിമ പറയുന്നത്, ഞാനത് അതായത് ഇസ്ലാം മത വിശ്വാസ പ്രകാരം ഒരു കാര്യം പറയാം. അതായത് ഇസ്ലാം മത വിശ്വാസ പ്രകാരം നായയെ തൊടാൻ പാടില്ല, അങ്ങനെയുള്ള ചില എല്ലാ മതത്തിലും ഒരു കാര്യം പറയാൻ വിഷയത്തെ കടക്ക് വർഗീയതല്ല കൊണ്ടുവരുന്നത്. 3 മതം ഒന്നാണ്. നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നതും ക്രിസ്മസ് ആഘോഷിക്കുന്നതും പെരുന്നാൾ ആഘോഷിക്കുന്നതും ഒരേ ഒരു ദൈവത്തിലേക്കാണ് പോകുന്നത് എന്നാണ് ഞാൻ പേർക്ക് വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്, എല്ലാവരും ഒന്നാണ്, ഒരു ചോരയാണ്. ഇവിടെ ഞാൻ വിഷയത്തിലേക്ക് വരാം. അതായത് റന ഫാത്തിമ പറയുന്നത് ഖുർആനിലെ നായയെ തൊട്ടാൽ നജസ് എന്ന് പറയുന്നത് പച്ചക്കളവാണ്. സിറാജുദ്ദീൻ കാസിമി പോലെയുള്ള ഉസ്താദന്മാർ പറയുന്നത് പച്ചക്കളവാണ്. നായയെ കിസ്സടിക്കാം, നായയെ ഹത്യ ചെയ്യാം. എനിക്ക് സത്യം പറഞ്ഞ ഉസ്താദ് ആരാന്ന് പോലും അറിയില്ല. ഈ ചെങ്ങായി പറയുകയാണെങ്കിൽ ഞാൻ ഈ ഉസ്താദ് പറയുന്നതൊക്കെ കള്ളാണ് പറയുന്നത്. നായനെ തൊടുന്ന നജാസാന്ന് പറയുന്നതൊക്കെ ഉളുപ്പുണ്ടോ കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് പറയാൻ വേണ്ടിയിട്ട്? ഇതെന്ത് സിൻഡറാണ് ബ്രോ? ദിസ് ഈസ് ടു മച്ച്. ഒരു പ്രശ്നമുണ്ടെന്നാണ് റന ഫാത്തിമ പറയുന്നത്. അതിനൊന്ന് വിമർശിക്കണമെന്ന് പറഞ്ഞിട്ട് കുറെ പ്രയത്നം കഴിഞ്ഞ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് വെച്ചിട്ട് ഞാൻ അവർക്കുള്ള മറുപടി കൊടുക്കാം. അതിനുശേഷം ഞാൻ സ്റ്റോറി ഇട്ട വീഡിയോ ആണ്, റീൽ ഇട്ടതല്ല. സോ സംഭവം എന്താ വെച്ചാൽ ആൾ എൻ്റെ അക്കൗണ്ട് സ്റ്റോക്ക് ചെയ്തിട്ട് ആളെന്നെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ റീൽസിനൊക്കെ കമൻറ്റ് ഇടും. ഭയങ്കര സപ്പോർട്ടിങ് ഒക്കെ ആണ് കേട്ടോ. സോ റീൽസിനൊക്കെ എങ്ങനെ കമൻറ്റ് ഇടും. അപ്പം എന്നെ ഫോളോ ചെയ്തിട്ട്, ഞാൻ ഫോളോ ബാക്ക് പോലും ചെയ്യുന്നില്ല, എന്നെ ഫോളോ ചെയ്തിട്ട് എൻ്റെ കണ്ടന്റൊക്കെ സ്റ്റോക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അത് താങ്കളുടെ സ്റ്റോക്കിംഗ് കഴിവാണോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും അയച്ചു തന്നിട്ടാണോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് നിങ്ങളുടെ സ്റ്റോക്കിംഗ് കഴിവാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കി കാണാം. സന്ദീപ് എന്ന ഒരു യൂട്യൂബർ, ഒരു ചെറുപ്പക്കാരൻ, ഇവൾക്ക് തക്കതായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അതിന് കയ്യടിയാണ്. ആ ഒരു മറുപടി കൂടി നിങ്ങൾ കേൾക്കാം. നമുക്ക് ആദ്യം മൂത്രത്തിന്റെ വിഷയം, റന ഫാത്തിമയും നായയുടെ മൂത്രവും തമ്മിലുള്ള വിഷയം ആദ്യം ചർച്ച ചെയ്യാം. അവൾ പറയുന്നതൊന്നായിട്ട് കേൾക്കൊണ്ട് വിശദീകരിക്കാം. ഓക്കെ, എന്റെ പട്ടിക്കുട്ടി ടീപാഡിലും ബാത്റൂമിലും ട്രെയിലും ഒഴികെ ബാക്കി എല്ലായിടത്തും മൂത്രമൊഴിക്കുന്നുണ്ട്. ഓ ആനോ, നിന്റെ പറ്റി ബാക്കി എല്ലായിടത്തും മൂത്രമൊഴിക്കുന്നുണ്ട്. അതിന് സോഷ്യൽ മീഡിയയിൽ പറയണം അല്ലെ, ഉളുപ്പ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. ഓക്കെ, ഉളുപ്പില്ലാത്തോനെ എന്റെ വീഡിയോ കട്ടെടുത്തിട്ട് എന്നോട് പോലും ചോദിക്കാതെ കട്ടെടുത്തിട്ട് ഒരു ഉളുപ്പില്ലാതെ പൊട്ടത്തിനും വിളിച്ച് പറയുന്ന അന്നല്ലേ ഉളുപ്പില്ലാത്തവനും ബുദ്ധിയില്ലാത്തവനും മണ്ടാന്നും പൊട്ടാന്നും വിളിക്കേണ്ടത്. എന്നിട്ട് ഇന്ന് ഉളുപ്പില്ലാത്തോന്ന് വിളിക്ക. ഉളുപ്പുണ്ടെങ്കിൽ ലേശെങ്കിലും ഇല്ല. അതുകൊണ്ടാണല്ലോ ഈ വീഡിയോ ചെയ്തത്. ഉളുപ്പ് ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്നത്. ഇതൊരുമാതിരി വളച്ചു പിടിച്ചിട്ട് ഞാൻ എൻ്റെ പട്ടിനെ പറ്റി മൂത്രമൊഴിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്ത് എൻ്റെ സ്റ്റോറി കാണുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾ കാണാൻ തന്നെ വേണം. നിങ്ങൾക്ക് സ്ക്രോളിംഗ് ഓപ്ഷൻ ഉണ്ട്, ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊന്നും നിങ്ങൾ ചെയ്യില്ല. കാരണം എന്താ, നിങ്ങൾക്ക് കണ്ടന്റ് വേണം, കണ്ടന്റ്. ഓക്കെ, ലെറ്റ്സ് സീ. വളർത്താൻ ഞാൻ പറയുന്നില്ല. അതിന്റെ മൂത്രക്കഥയുമായി സോഷ്യൽ മീഡിയയിൽ പറയാൻ എന്തെങ്കിലും ഒരു ഇത് അതിന്റെ ഇഷ്ടോ? അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്കുണ്ടോ കണ്ടന്റ് ക്ഷാമം? ഇവർക്കല്ല കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റേ ടീപാഡിൽ മൂത്രമൊക്കെ ഇങ്ങനെ നേരത്തെ വെച്ചാൽ മൂത്രം ടീപാഡിലാക്കി വെച്ചിട്ട് അങ്ങനെയെങ്കിലും മണത്ത് വയ്ക്കട്ടെ വിചാരിച്ച് അതൊന്നും ചെയ്യുന്നില്ല. കുറെ ദിവസം കുറെ നേരം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കുറെ നേരം എന്റെ പട്ടിക്കുട്ടി കണ്ടവിടെയൊക്കെ മൂത്രം വയ്ക്കുന്നുണ്ട്. പട്ടിയെ എന്തുകൊണ്ടാണ് 20ഉം 22ഉം വയസ്സായിട്ടുള്ള സ്ത്രീകൾ വളർത്തുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ കൂടിപ്പോകുന്നു. ഓക്കെ, പൂച്ചയെ പട്ടിയൊക്കെ അത് യൂസ് ചെയ്യുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. പട്ടിക്കുട്ടിയൊക്കെ എന്തിനു വളർത്തുന്നു എന്നൊക്കെ. ഓക്കെ, നമ്മൾ ബാക്കി കൂടി കേട്ടത്. അന്ത 20, 23 വയസ്സായ പെൺകുട്ടികൾ പട്ടിനെ എന്തിനാ യൂസ് ചെയ്യുന്നേ? കറി ഉണ്ടാക്കി കൂട്ടാനോ? ഞാൻ എന്ത് പൊട്ടത്തിലാ പറയുന്നത്? ഇതേ അവസ്ഥയിലും എന്നും ഇതേ അവസ്ഥയാണ്.
ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും ഇതിന് സൊല്യൂഷൻ അറിയാമെന്ന് പറഞ്ഞുതരാം. പറഞ്ഞു തരാ പട്ടിക്കുട്ടി മുതൽ നാണം ഉണ്ടോ ഇതിനൊക്കെ ബാക്കി പിടിക്കണം. എടാ നാണല്ലാതെ ഉളുപ്പില്ലാത്ത മോനെ ഞാൻ നേരിട്ടിന്റെ അങ്ങനെയൊക്കെ നേരിട്ട് കാണാനും മുഖത്ത് നോക്കി തുപ്പും. അത്രയും ഉളുപ്പില്ലാത്ത വർഗങ്ങളാണ് ഇതൊക്കെ. സത്യം പറയാലോ, ഞാൻ ഇതുവരെയായിട്ട് ഇവനെ പറ്റി വീഡിയോ പോലും ചെയ്തില്ല, അവനെ മൈൻഡ് ആക്കിയിട്ടും കൂടില്ല. പക്ഷെ ഇത് കണ്ടപ്പോ എനിക്ക് ഞാൻ ഇപ്പം പറയുന്നത് കുറഞ്ഞു പോയി എന്ന് തോന്നുന്നു. സ്ട്രഗ്ലിംഗ് ഗൈസ്, ഡെയിലി മൂത്രം വരല പണി. പിന്നെന്താ പറയാ ചെയ്യാ, പീപ്പാടിന് മൂത്രം മണത്ത് വന്നിട്ട് നെറ്റ് വന്നിട്ട് മൂത്രം ഒഴിക്കും. മൂത്രം മണക്കുന്നതോ? നമുക്കൊക്കെ മൂത്രം നമ്മളങ്ങനെ പറയുന്നില്ല, അതായത് നാറ്റം വരുന്നത്. എനിക്കൊക്കെ അങ്ങനെയാണ്, നായയുടെയൊക്കെ. ഇവർക്ക് മൂത്രം മണക്കുന്നതല്ലേ. അപ്പൊ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ, മൂത്രത്തിനില്ലേ കല്യാണത്തിനോ നേരത്തേക്കോ എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഇങ്ങനെ പൂശിട്ട് പോയാൽ മതി. എന്റെ നായ മൂത്രം ഒഴിക്കുമ്പം മണല്ലേ, കാരണം അത് ചെറിയ കുട്ടിയാണ്. അത് നായ വളർത്തുന്നവർക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഞാൻ നായന്റെ മൂത്രം മണക്കുന്നതും മണക്കാത്തതും ഒക്കെ എന്റെ ഇഷ്ടം. നിങ്ങൾ ബാക്കിയുള്ളവരെ ചന്തി കൈയിട്ട് തിരിച്ച് നടക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ നിങ്ങൾക്കൊക്കെ ഇത് പറയാളാ അവകാശം അല്ലെങ്കിൽ അധികാരം ഉണ്ടോ? ഒരിക്കലും ഇല്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും, പ്രാക്ടിക്കലായി നോക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും, ലോജിക്കായി നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പം ചെയ്യുന്നത് അതാണ്. എന്റെ ചന്തയിൽ കൈയിട്ട് എന്റെ മണക്കുകയാണ് നിങ്ങൾ. നിലവാരമില്ലെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഇവരെ പോലുള്ള നിലവാരമുള്ള ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് തന്നെ ധാരാളം. ഈ പാടിന് മൂത്രം മണത്ത് വന്നിട്ട് എന്റെ കാലിന്റെ അടിയിലൊക്കെ മൂത്രം വയ്ക്കും. കോട്ടി കുരുപ്പ് നോക്കുന്നിട്ട് കിടക്കുന്നത് ഒന്നും അറിയാതെ പറത്താനെ പോലെ. അവളുടെ നായയും അവളുമായി. ഓക്കെ, നമുക്ക് എന്തായാലും ആരാണ് ഈ സാധനം ഈ പട്ടിക്കുട്ടി ഇവൾക്ക് കൊടുത്തത്? ആര്? അത് വലിയ മകന്മാരാണ് ഈ ഒരു പട്ടിയെ ഇവൾക്ക് കൊടുത്തത്. അത് നോക്കണം. എന്റെ അടുത്ത് ഇത്ര വലിയ സജ്ജീവി ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഫ്ലാറ്റിലേക്ക് മാറിയിട്ട് ഒന്ന് ഫിനാൻഷ്യലി സെറ്റിൽ ആയിട്ട് ഇരിക്കുന്നു. ലൈക്ക് ഐ ഡിഡ്ന്റ് ഹാവ് എനഫ് മണി. ഓക്കെ, എന്നിട്ട് പോലും ദേ ഇൻഫ്ലുവൻസ്ഡ് മീ. സോ അയ്യോ സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നില്ല എന്ന്. കാരണം മലയാളത്തിൽ സംസാരിച്ചിട്ട് പോലും ഈ പൊട്ടെങ്കിൽ മനസ്സിലാവുന്നില്ല. ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, ആദില നൂറ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഇൻഫ്ലുവൻസ് എന്നതിന്റെ അർത്ഥം എന്നെ ഇൻഫ്ലുവൻസിന്റെ അർത്ഥം എന്താ? അത് പ്രൊവോക്ക് ചെയ്യാന്നല്ലേ? സ്വാധീനിച്ചു. ഓക്കെ, അവര് സ്വാധീനിച്ചു എന്നെ. അതാണ് ഇൻഫ്ലുവൻസിന്റെ അർത്ഥം. അവർ സ്വാധീനിച്ചത് കൊണ്ട് ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ അടുത്തൊരു ഷോപ്പിലാണ് ഞാൻ പോയി വാങ്ങിയത്. അല്ലാതെ എന്നാ മോളെ നമ്മൾ ഒരു ഡോഗിനെ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഇതിനെ പോറ്റിക്കോ. അതിലാ നൂറൊക്കെ അതിന്റെ ബിസിനസ് ആണല്ലോ. അല്ല പിന്നെ ഇത് ഏതാ ഈ പൊട്ടേ? എന്തൊക്കെ നമ്മൾ പട്ടിയെ വളർത്തണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇവൾ പറയുന്ന വൃത്തികേട് നീനാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. സംഭവം ഇയാൾക്ക് ഞാൻ പട്ടിനെ വളർത്തുന്നത് ഒന്നല്ല പ്രശ്നം. എന്നെ ഇഷ്ടമല്ല, എന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കണം. അതാണ് ഇയാളുടെ പ്രധാന വിഷയം. ഓക്കെ, ദാറ്റ്സ് ദ തിങ്. അങ്ങക്കായിരിക്കും മനസ്സിലായില്ലല്ലേ? നല്ല രീതിക്ക് മതം ഫോളോ ചെയ്യുന്ന ചില മുസ്ലിമീങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇവൾ. അത് വലിയ തെറ്റാണ്. ഇവർ തന്നെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണം. അതിനുശേഷം അതിന് തക്കതായിട്ടുള്ള ഉത്തരം സന്ധ്യ കൊടുക്കുന്നില്ല. അത് നിങ്ങൾ കേൾക്കണം. ഗൈസിനൊക്കെ പണ്ട് ഞാൻ നായിനെ ജസ്റ്റ് ഇങ്ങനെ തൊട്ടേന്റെ പേരില് 7 പ്രാവശ്യം കാണും ചെറിയ വെള്ളത്തിൽ കുളിച്ചിട്ടുണ്ട്. തലയിൽ വെച്ചിട്ടല്ല. ഞാൻ പട്ടീനെ പണ്ട് തൊട്ട സമയത്ത് 7 പ്രാവശ്യം ചെളിവെള്ളത്തിൽ കുളിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു 1 പ്രാവശ്യം ചെളിവെള്ളം കുളിക്കണം, മറ്റേ 6 പ്രാവശ്യം നോർമൽ വെള്ളത്തിലാണ് കുളിക്കേണ്ടത്. അത് ഇത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇങ്ങനെ അത് തന്നെ ഓവർ ഹൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ഇസ്ലാമിന്റെ താത്തി പറയുന്ന പോലെ അങ്ങനെ തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പട്ടീനെ തൊട്ടത് കൊണ്ട് നമ്മൾ എന്താ പറയാ ചെളിവെള്ളത്തിൽ കുളിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ഞാൻ ഇസ്ലാംപരമായി പറയാണ്. ഇപ്പൊ ദോഷം തോന്നുന്നു നമ്മൾ അതിന്റെ മൂക്കിലുള്ള സംഭവം അല്ലെങ്കിൽ സലൈവ എന്തെങ്കിലും മ്യൂക്കസ് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ആവാണെങ്കിൽ മാത്രമാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ചെറുതാവുന്ന സമയത്ത് തൊട്ടേന്റെ പേരിലാണ് വിളിച്ചത്. എന്തൊക്കെയാണ് ഇതിന് ഉത്തരം ഞാൻ കൊടുക്കുന്നില്ല. ഇതിന്റെ ഉത്തരം അൽത്തു വ്ളോഗ്സ് തരൂല. കാരണം എന്താ വെച്ചാല് ആൾക്കിനെ പറ്റിയുള്ള വലിയ ധാരണമൊന്നുമില്ലാന്ന് തോന്നുന്നു. മറ്റേ വീഡിയോ നിങ്ങൾ കണ്ടു. അങ്ങനെയുള്ള ചില പെൺകുട്ടികൾ ഇപ്പോൾ പൈസ ഉണ്ടാകും ശരീരം കൂടി കാണിച്ചിട്ടാണ്. ചില പെൺകുട്ടികൾ മതം പറഞ്ഞിട്ടും മതം വെച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അതായത് മുസൽമാനായിട്ട് ജനിച്ചിട്ട് മുസൽമാനുകളെ തെരുവിളിച്ച് കഴിഞ്ഞാൽ വ്യൂസ് കിട്ടും. ഹിന്ദുവായി ജനിച്ചിട്ട് ഹിന്ദുക്കളെ തെരുവിളിച്ച് രംഗത്തിറങ്ങി കഴിഞ്ഞാൽ വ്യൂസ് കിട്ടും. ക്രിസ്ത്യാനിയായി ജനിച്ചാൽ ക്രിസ്ത്യാനികളെ തെരുവിളിച്ചിട്ട് രംഗത്ത് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യും. പൊട്ടനായി ജനിച്ചിട്ട് പൊട്ടത്തരങ്ങൾ പറഞ്ഞാലും വ്യൂസ് കിട്ടുമെന്ന് കാണിച്ചൊരു മഹത്തായ വ്യക്തിയാണ് അൽത്തു വ്ളോഗ്സ്. എന്ത് പൊട്ടത്തരം പറയുകയാണെങ്കിലും അത് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടിയിട്ട് 1,52,000K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അൽത്തു യു ആർ ഡൂയിങ് ഗ്രേറ്റ്. ഓക്കെ, ഇയാളെ കാഴ്ചപ്പാടിൽ പെൺകുട്ടികളെന്ന് പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ
ഡ്രസ്സ് ഒരു കാണിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മതം സംസാരിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന 2 പെൺകുട്ടികളെ പറ്റിയിട്ടുള്ളൂ ഇയാളെ അറിവിൽ ഉള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം നിന്നെ നോക്ക്, നിന്നെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുപോലെ ഗുണമില്ലാത്ത ആൾക്കാരും ഉണ്ട്, നല്ല ഗുണമുള്ള ആൾക്കാരും ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അത് പറയാനുള്ള അർഹതയില്ല. അർഹത ഉണ്ടെങ്കിൽ ആദ്യം സ്വന്തമായിട്ട് എന്തെങ്കിലും ഗുണം വേണം. റൈറ്റ്? സിനിമകളെ പഞ്ഞിക്കെട്ടിട്ട് വീഡിയോ അവൻ പൊട്ടിച്ചിരിക്കുകയാണ്. മണ്ടന്മാരുടെ വീഡിയോ നോക്കിയല്ലോ. അപ്പോൾ റനാ ഫാത്തിമയുടെ അങ്ങനെ തന്നെയാണ്. റനാ ഫാത്തിമക്കറിയും ഇവിടെ, അതായത് നാളെ നജസല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വൈറലാകും. അത് എന്നെ കുറേ പേര് എന്നിട്ട് റിയാക്ട് ചെയ്യും. എനിക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും. കുറേ സംഘികളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യും. ഇതിന് വേണ്ടി ചെയ്യുന്ന അച്ചറ്റത്ത് ആദ്യം ഈ സംഘി സുഡാപ്പി എന്നുള്ള പറഞ്ഞ കാര്യം നിർത്താം. അപ്പൊ ഇയാളെ കാഴ്ചപ്പാടില് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും സംഘികളും എന്നെ ഹേറ്റ് ചെയ്യുന്ന എല്ലാവരും നല്ലവരായ മുസ്ലിം മനുഷ്യരും ആണ്, അല്ലെങ്കിൽ നല്ലവരായ മനുഷ്യരുമാണ് എന്നാണ് ഇയാളെ കാഴ്ചപ്പാട്. അത് ഓരിഷ്ടം തട്ടം തിരിക്കാത്തത്. നിങ്ങൾ ഉളുപ്പില്ലാതെ പൊട്ടത്തരം വിളിച്ചു പറയുന്നുണ്ടല്ലോ, നാട്ടുകാരെ തൊള്ളിയും തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ ഇസ്ലാമില് മറ്റേ നല്ല അടിപൊളിയായിട്ട് അല്ലെങ്കിൽ മുസായിഫിന്റെ നടുക്കഷ്ണായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നത് തോന്നുന്നുണ്ടോ? ഒരിക്കലില്ല. നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും വലിയ ചെറ്റത്തരാണ് ഇങ്ങനെ ബാക്കിയുള്ളവരെ തൊള്ളിയും തിരഞ്ഞ് നടക്കുന്ന കാര്യം. അത് ഇസ്ലാമിൽ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓക്കെ, വെറുതെ പറയുന്ന നടക്കുന്നത്. അതായത് മുസ്ലിമീങ്ങൾക്ക് കയപ്പ് കൂടുതലാണ്, മുസ്ലിമീങ്ങളാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ആഗ്രഹം പറയും. മുസ്ലിങ്ങൾക്ക് വേറെ പണി ആരും കമന്റില്ല. നല്ലവരായ ഹൈന്ദവരും കമന്റ് ചെയ്യുന്നില്ല, ഈ പറയുന്ന ക്രിസ്ത്യാനികളും കമന്റ് ചെയ്യുന്നില്ല. അവർ വെറുതെ തന്നെ വെച്ചുണ്ടാക്കിയാണ്. നേരെ മറിച്ചിട്ട് ഞാനൊരു ഹൈന്ദവനായി ജനിച്ചെങ്കിൽ എക്സാമ്പിൾ പറയാം, ഞാനൊരു ഹിന്ദുവായി ജനിച്ചിട്ട് ഞാൻ പഞ്ഞിക്കെടുക്കുകയാണ്. ഈ മതം അങ്ങനെയാണ്, ഈ മതം ഇങ്ങനെയാണ്, ശരിയില്ല. അതുകൊണ്ട് എനിക്ക് സ്വാഭാവികമായിട്ടും യൂസ് കിട്ടും. അത് തന്നെയാണ് അവരുടെ മറ്റുള്ളവരെ ചെയ്യുന്നത്. അവർ മുസ്ലിമായി ജനിച്ചിട്ട് ഇയാളിപ്പോ അങ്ങനെ പറയാതെ തന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് ഇയാൾക്ക് വ്യൂസ് കിട്ടിയില്ല. അപ്പൊ മതം വേണമെന്നൊന്നുമില്ല, ബാക്കിയുള്ളവരെ ഇറച്ചി കഷ്ണം കിട്ടിയാൽ മതി, വ്യൂസ് എന്തായാലും കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിലുള്ള തെമ്മാടിത്തരത്തെ നമ്മൾ തോൽപ്പിക്കണം. ഇത്തരത്തിലുള്ള, അതായത് ക്രിസ്ത്യാനികൾ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കരുത്. റനാ ഫാത്തിമയുടെ ഒരു കാര്യം പറയുകയാണ്, ഈ മതം വിശ്വസിക്കുന്നില്ല സത്യമാണ്. അതായത് ഈ മതം ഉണ്ടല്ലോ, ഇത് നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ചിലരുണ്ട്. അവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. മതം ഫോളോ ചെയ്യുന്ന ആൾക്കാരെ അത്ഭുതപ്പെട്ടാ പോരെ, എങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറയുന്ന അൽത്തു വ്ളോഗ്സ് എന്തിനാ അത്ഭുതപ്പെടുന്നത്? എനിവേസ്, ആ വീഡിയോ കഴിഞ്ഞു ഗൈസ്. ഓരിനെ പറ്റി 10-12 മിനിറ്റുള്ള വീഡിയോ ആണ് ഇട്ടത്. എന്തായാലും ഇന്നെ വെച്ച് കുറെ കണ്ടന്റ് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി. ഞാനിത് എന്താ പറയുക, ഇങ്ങനെ പറയുന്നൊന്നുമില്ല. ഞാൻ ഇവരൊക്കെ നല്ല പാത തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. എനിക്ക് ഈ വീഡിയോ കൊണ്ട് പൈസ കിട്ടണം എന്നോ ഒരു ആഗ്രഹവും ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഈ വീഡിയോ ചെയ്ത പൈസ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ഈ പൊട്ടത്തരം വിളിച്ച് പറയുന്ന ആൾക്കാർ എന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണ്ടെങ്കിൽ ഞാൻ ഓരോ വെച്ച് കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കട്ടെ. അല്ല പിന്നെ എനിക്ക് പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇവരെ പൊട്ടത്തരം പറയുന്നത് എൻ്റെ വ്യൂസ് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കാണുമെന്നുള്ളതാണ്. കാരണം ഒരു കുറച്ച് അറിവും എഡ്യൂക്കേറ്റഡും ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ലാതെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളച്ചൊടിച്ചിട്ട് പൊട്ടത്തരം മാത്രം പറയുന്ന ആൾക്കാരല്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഞാനൊരാളെ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്യാത്ത ഒരാളാണ്. അണ്ടിൽ ഓർ അൺലെസ് ആ ആൾക്കാർ ഇന്ന ഏതെങ്കിലും രീതിയിൽ വെറുപ്പിക്കാൻ നിന്നാണ്. ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോലും മാക്സിമം അവരായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കാനുള്ളൂ നോക്കുക. പക്ഷേ ദിസ് ഈസ് ഗെറ്റിംഗ് ഓൺ മൈ നെർവ്. ആൻഡ് കുറേ കാലമായിട്ട് ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ ഐ തോട്ട് ഓഫ് ഓക്കെ, ഇത് റൈറ്റ് ടൈമാണ്, ഇത് വെച്ചിട്ട് തന്നെ കണ്ടന്റ് ഉണ്ടാക്കി. ഈ അടുത്തങ്ങനെ ഇവരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, റനാ ഫാത്തിമയും ആലിഫ് ഹസനും ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞിട്ട്. ഞാൻ എവിടെ ഒഫീഷ്യലായിട്ട് അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവർക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് ഇവരത് കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ട് നമ്മൾ ബ്രേക്കപ്പ് ആക്കി. എനിവേസ്, എന്തെങ്കിലും ആവട്ടെ, ഒരു കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നു. സോ ഞാനും കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നു. ഞാൻ പ്രൗഡായി പറയും, ഈ വീഡിയോ ചെയ്തതുകൊണ്ട് എനിക്ക് പൈസ റീച്ച് ഉണ്ടായിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് വരെ വെച്ചിട്ട് വരെ ആണാക്കിയിട്ട് എനിക്കെന്ത് തേങ്ങട്ടാനാണ്. സോ ദാറ്റ്സ് ഇറ്റ്. എനിക്കൊന്നും പറയാനില്ല. താങ്ക് യു ഗൈസ്. You should have some brain, that's it. And I'm living my life. ഞാൻ വേറൊരാളും ലൈഫ് ഇൻ്റർഫിയർ ചെയ്യാതെ സക്സസ്ഫുള്ളായി ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണം, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി സമ്പാദിച്ച സാധനങ്ങളൊക്കെ സസ്റ്റെയിൻ ആയി നിൽക്കണമെങ്കിൽ ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കാതെ നിൽക്കുക, ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യാതെ നിൽക്കുക. കാരണം അങ്ങനെ ബാക്കിയുള്ളവരെ വേദനിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന പൈസ ഒന്നും ഒരു കാലവും നിലനിൽക്കില്ല. ദാറ്റ്സ് ഇറ്റ്. കർമ്മ ഈസ് റിയൽ. അത്രയുള്ളൂ പറയാനുള്ളത്. ഞാൻ എൻ്റെ റുണവാണിയും കാണിച്ചിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, see, this is my baby girl. ഞാൻ ഇതിനെ പാടത്ത് പണിയെടുക്കാനോ അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനോ വേണ്ടിയിട്ടല്ല വാങ്ങിയത്. ഞാൻ ഇതിനെ സ്നേഹിക്കാനും പോറ്റാനും വളർത്താനും വേണ്ടിയിട്ടാണ് വാങ്ങിയത്. That's it. Bye. Bye.